അകത്തേത്തറയിൽ പെൻഷൻ മുടങ്ങിയ വയോധികർക്ക് സഹായവുമായി സുരേഷ് ഗോപി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ 92-കാരി പത്മാവതിക്കും മകൾ 67-കാരി ഇന്ദിരയ്ക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു പ്രതിഷേധം. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിഖിൽ? റിജിത്ത്, ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. ഒന്നുകിൽ പെൻഷൻ തരണം, അല്ലെങ്കിൽ ഞങ്ങളെ മരിക്കാൻ അനുവദിക്കണം എന്നാണ് 92 വയസ്സുള്ള പത്മാവതി അമ്മയും അവരുടെ മകൾ ഇന്ദിരയും പറഞ്ഞിരുന്നത്. അവരുടെ വീടിന് മുന്നിലാണ് ഞാനുള്ളത്. അവർക്ക് ഇതല്ലാതെ മറ്റു വരുമാനങ്ങളില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്നതല്ലാതെ മറ്റൊരു വരുമാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കഴിഞ്ഞ 6 മാസത്തോളമേ അത് അവർക്ക് ലഭിക്കുന്നില്ല. വലിയ രീതിയിലുള്ള പ്രയാസം അവർ നേരിടുകയായിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നടൻ സുരേഷ് ഗോപി നമ്മളെ ബന്ധപ്പെടുകയും അദ്ദേഹം എന്നാണ് സർക്കാർ ഈ തുക നൽകുക, അതുവരെ ഈ പെൻഷൻ ഈ കുടുംബത്തിന് നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു. രണ്ടുപേർക്കും, പത്മാവതി അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ദിരയ്ക്കും, പെൻഷൻ സർക്കാർ നൽകുന്നത് വരെ താൻ എൻ്റെ കയ്യിൽ നിന്ന് പെൻഷൻ നൽകാം, അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ നിന്ന് അത് നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എത്രയും വേഗം അവർ ഈ സമരം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങണമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത്. നമ്മൾ കണ്ടതാണ്, അകത്തേത്തറ പഞ്ചായത്തിന് മുന്നിൽ ഒരു കട്ടിലിൽ ഈ 2 അമ്മമാരും കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ആ കാഴ്ച കണ്ട് അദ്ദേഹം നമ്മളെ അറിയിച്ചത് എത്രയും വേഗത്തിൽ അവരോട് വീട്ടിലേക്ക് പോകാൻ പറയൂ, പെൻഷൻ തുക താൻ എത്തിക്കാം, സർക്കാർ നൽകുന്നത് വരെ എന്നുള്ളതാണ്. എന്തായാലും ഇന്ദിരാമ്മയും പത്മാവതി അമ്മയും നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം. നടൻ സുരേഷ് ഗോപി നിങ്ങൾക്ക് പെൻഷൻ തുക നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? അദ്ദേഹത്തിന് വളരെയധികം നന്ദി. അദ്ദേഹത്തിൻ്റെ കുടുംബവും കുറേ കാലം നന്നായി ജീവിക്കാനുള്ള ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടത് അദ്ദേഹത്തിന് തോന്നിയല്ലോ ഞങ്ങളെ കണ്ടപ്പോൾ തരാനായിട്ട്. അതുകൊണ്ട് അതേയുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് മന്ത്രിമാരായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒക്കെ വരേണ്ടത്. ഇത്ര കാലം എന്തെങ്കിലും ഇല്ല പറയുമ്പോൾ ഈ മെമ്പറാണ് അജി, ഞങ്ങളുടെ 12-ാം വാർഡിലെ മെമ്പറാണ്. വിളിക്കും ഞാൻ, ഈ കൂടെ വള്ളത്തിന് മുമ്പ് കുട്ടിയെ അതില്ല ഇതില്ല പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. പക്ഷെ അവർക്കും ഈ പണിയെടുത്ത് കിട്ടുന്നതല്ലേ ഉള്ളൂ, അത്ര മാത്രം തന്നെ ഒരു മെമ്പർ എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്കും ഒരു ഇത് പറയുകയാണ്, ഇത്രയും കണ്ടു, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തന്നു. സുരേഷ് ഗോപി സാറിന് 1000 അഭിനന്ദനം. അമ്മ സന്തോഷമായില്ലേ? അമ്മ സന്തോഷമായി. വിഷമായില്ലേ രാവിലെ അവിടെ വന്ന് കിടന്നപ്പോൾ? സന്തോഷമായി. 92 വയസ്സുള്ള ഒരു അമ്മയാണ്. അവരുടെ ഒരു സാഹചര്യം നമ്മൾ ഓർക്കണം. ഇന്ന് രാവിലെ ആ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, പാലക്കാട്ടെ ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് 38 ഡിഗ്രിയൊക്കെയാണ്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ അവിടെ വന്ന് ഒരുപാട് സമയം കിടന്നത്. നമ്മളൊക്കെ അഭ്യർത്ഥിച്ചിട്ടാണ് പിന്നെ അവർ മടങ്ങിപ്പോകുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തിങ്കളാഴ്ച പഞ്ചായത്ത് തുറക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇവരവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം. ജില്ലാ കളക്ടറെ വ്യക്തിപരമായി ഞാൻ വിളിച്ചു, മറ്റൊരുപാട് മാധ്യമപ്രവർത്തകർ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. പഞ്ചായത്ത് അധികൃതർ അവരെ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. കളക്ടറെ വിളിച്ചപ്പോൾ അവരൊരു മീറ്റിങ്ങിലാണ്, ഓൺലൈൻ മീറ്റിങ്ങിലാണ് എന്നാണ് ഗവൺമെൻ അറിയിച്ചത്. നേരിട്ട് കളക്ടറോട് ഈ കാര്യം ബന്ധപ്പെടാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. തുടർന്ന് മന്ത്രി രാജനെ വിളിച്ച് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് ഇക്കാര്യം അവതരിപ്പിച്ചു. ഒരു തരത്തിലുള്ള നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സർക്കാർ നൽകേണ്ടുന്ന പെൻഷൻ നൽകട്ടെ, പക്ഷേ അതുവരെ താൻ തന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് മാസാമാസം പെൻഷൻ തുക നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ 92-കാരി പത്മാവതിക്കും മകൾ 67-കാരി ഇന്ദിരയ്ക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. 24-ന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായത്. നിഖിൽ പ്രമേഷ് അതിന്റെ വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.